എല്ലാവർക്കും നമസ്കാരം. ജനാധിപത്യത്തിൻ്റെ മഹോത്സവമായ തെരഞ്ഞെടുപ്പ് സമാഗതമായി. വലിയ ആഘോഷങ്ങളിലേക്കും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ കടക്കുന്നതിന് മുൻപ് ആകെ ടോട്ടൽ മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് സിയാറുകളുടെ കളിയാണ്. ജനാധിപത്യത്തിൻ്റെ മഹോത്സവം ജനങ്ങളുടെ മഹോത്സവമാണെന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്കും സിയാറുകൾ പകിട സിയാറുകളുടെ കളികളാണ് ഈ തെരഞ്ഞെടുപ്പ്. നിൻ്റെ കയ്യിൽ സിയാറുണ്ടോ? കളിക്കാം. 1 സിയാറും 2 സിയാറും 3 സിയാറൊന്നും വെച്ച് കളിക്കാൻ നിൽക്കണ്ട. 5 സിയാർമേന്നൊക്കെയാണ് തുടങ്ങുന്ന പരിപാടികൾ. എന്തായിരുന്നാലും ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ നിമിഷം വളരെ സസ്പെൻസ് ത്രില്ലർ നാടകീയ സംഭവങ്ങളാണ് പാലാ ചാലക്കുടി റൂട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി പാലക്ക് റൂട്ടിലൂടെ നിരവധി വാഹനങ്ങളാണ് പതിവിലും വിപരീതമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. തീരുമാനമെടുക്കാൻ പറ്റാതെ പാലായിലെ സെയിൻറ്റ് ജോസ് അദ്ദേഹം വളരെ ആകസ്മികമായി, വളരെ സസ്പെൻസിൽ, വളരെ പിരിമുറുക്കത്തിൽ, പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പാലായിലെ സെയിൻറ്റ് ജോസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, അഴകിയ അഭിഭാഷകൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണി നായകനായിട്ട് കടന്നു വരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒന്നാം ഘട്ട വീതം വെപ്പും പൂർത്തിയായി എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരു കടും വെട്ടുവരുന്നത്. അത് മറ്റെവിടെയുമല്ല, വിപ്ലവ മുന്നണിയിലെ വല്യേട്ടൻ പാർട്ടിക്കകത്തെ ടീം കൊരട്ടിയും ടീം കോടശ്ശേരിയും തമ്മിലുള്ള ഒരു യുദ്ധം. കുറച്ച് നാളുകളായിട്ട് തുടരുന്ന ഈ ടീം കൊരട്ടിയും ടീം കോടശ്ശേരിയും തമ്മിലുള്ള ഈ അസ്വാരസ്യങ്ങൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ടീം കൊരട്ടി പറയുന്നു കൊരട്ടിയിൽ നിന്നുള്ള പഴയ ആൾ തന്നെ മതി, അദ്ദേഹത്തിന് അവസരം കൊടുക്കണം എന്നുള്ള വലിയ വാശിയിലാണ് നിൽക്കുന്നത്. ടീം കോടശ്ശേരി ആകട്ടെ അഴകിയ അഭിഭാഷകൻ്റെ കൂടെയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു പുതിയ ടീം വന്നിട്ടുണ്ട്, ടീം പറവൂർ. ടീം പറവൂരിൻ്റെ ക്യാപ്റ്റനും ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം മറ്റേ തെരണ്ടിവാല് കൊണ്ടാണ് ഇപ്പോൾ ഈ അഴകിയ അഭിഭാഷകൻ്റെ സ്ഥാനാർത്ഥി സ്വപ്നങ്ങൾക്ക് മേലെ തെരണ്ടിവാല് കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അഴകിയ അഭിഭാഷകൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. അദ്ദേഹം രാജിവെക്കേണ്ട സ്ഥലങ്ങളിൽ രാജിവെച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ ഒരു പ്രതിസന്ധി ഇടതിനകത്ത് ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ആ ഉരുത്തിരിഞ്ഞിരിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ചാലക്കുടി പാലാ റൂട്ടിൽ നിരവധി വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൊരട്ടിയിലെ പഴയ ആൾ സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വന്നാൽ പല രാജികളും പ്രതീക്ഷിക്കാം. എന്തായിരുന്നാലും വളരെ സങ്കീർണമായ നിമിഷങ്ങളിലൂടെയാണ്. ചാലക്കുടി എന്നും ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞ പോലെയാണ് ഇടത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആരാണോ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇപ്പോൾ നിലവിൽ കൊരട്ടിയിലെ പഴയ ആളുടെ പേരിലേക്ക് തന്നെ എത്തുന്നു. പറവൂർ ടീം ക്യാപ്റ്റനും ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം ഈ അഴകിയ അഭിഭാഷകൻ വരരുത് എന്നുള്ളൊരാഗ്രഹത്തിലാണ് പെട. ആ പെട ഏകദേശം എത്തേണ്ടടുത്ത സ്ഥലത്ത് തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അഴകിയ അഭിഭാഷകൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വേറെ ഒരു കളിയും കൂടി നടക്കുന്നുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള ചാലക്കുടിയിലെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് സുമനസപ്പൻ പുത്തുപറമ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ഇടപെടലുകൾ 1600 കോടി നാഥനെയും കൊണ്ട് നടത്തിയിരുന്നു. 1600 കോടി നാഥൻ ഈ പറയുന്ന സുമനസപ്പനെയും കൊണ്ട് പല വീടുകളിൽ കയറിയിറങ്ങുകയും അവിടെ എന്നെ പരിഗണിക്കണമെന്നുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഒരു ഭയങ്കര ട്വിസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടക്കാൻ പോകുന്നുണ്ടായിരിക്കും. എത്രേ എന്ന് വെച്ചാൽ സുമനസപ്പൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് വരരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അഴകിയ അഭിഭാഷകൻ രാജിവെക്കുകയും തുടർന്ന് ഈ ജനാധിപത്യത്തിൻ്റെ നിയമസഭാ ശ്രീകോവിലേക്ക് മത്സരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പുത്തുപറമ്പിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ആ പുത്തുപറമ്പിൽ മത്സരിക്കാനായിട്ട് സുമനസപ്പൻ നിൽക്കുന്നു. അതുമാത്രമല്ല 1.5 കൊല്ലം വൈസ് ചെയർമാൻ സ്ഥാനം ഈ അഴകിയ അഭിഭാഷകൻ കൊടുക്കാമെന്ന് പറഞ്ഞൊരു ടേമുണ്ട്. ആ 1.5 കൊല്ലം എന്ത് ചെയ്യും? ആ 1.5 കൊല്ലത്തേക്ക് 1600 കോടി നാഥൻ്റെ കൈ പിടിച്ചുകൊണ്ട് മറ്റൊരാൾ കടന്നു വരുന്നു. വീണ്ടും ചാലക്കുടിയിൽ ചില ചാട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആര്? സുമനസപ്പൻ വരരുത്, സുമനസപ്പൻ എത്തരുത്, വരരുത് എന്നുള്ള ലക്ഷ്യം വെച്ച് 1600 കോടി നാഥൻ്റെ ചില ചാട്ടൂളി പോലുള്ള ഇടപെടൽ. അതുകൊണ്ട് ചാട്ടങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. ചില ചാട്ടങ്ങൾ കണ്ട് ചിലർ ഞെട്ടിത്തെരിച്ചിരിക്കാം. അതിനുള്ള സാധ്യതകളും ഒരു വശത്ത് നടക്കും. എന്തായിരുന്നാലും ചാലക്കുടിയിലെ പൊളിറ്റിക്സ് വളരെ സസ്പെൻസ് ത്രില്ലിലാണ് പോകുന്നത്. ചാലക്കുടി പാലാ റൂട്ടിലൂടെ 100 പലതരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. സെയിൻറ്റ് ജോസ് തീരുമാനമെടുക്കാൻ പറ്റാതെ വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ചിലർ രാജി കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നു. ടീം കൊരട്ടിയും ടീം കോടശ്ശേരിയും തമ്മിൽ നല്ല ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പറവൂർ ക്യാപ്റ്റൻ്റെ വക പറവൂർ ടീമിൻ്റെ തെരണ്ടിവാല് കൊണ്ടുള്ള അടി, അതിനുമപ്പുറം ഇവിടെ ചീഞ്ഞു കഴിഞ്ഞാൽ ചിലതിന് വളമാവണ്ടേ എന്നുള്ള ലക്ഷ്യം വെച്ച് സുമനസപ്പൻ്റെ ഇടപെടലിന് തടയിടാൻ വേണ്ടി 1600 കോടി നാഥൻ്റെ മറ്റൊരു ചാട്ടൂളി പ്രയോഗം. ആ ചാട്ടൂളി പ്രയോഗത്തിൽ ആർ വേണമെങ്കിലും ചാടാം. ഇനിയും ചാലക്കുടിയുടെ ജനാധിപത്യ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ചില ചാട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സുമനസപ്പൻ വരരുത്. എന്തായിരുന്നാലും ഇതൊക്കെയാണല്ലോ ചാലക്കുടിയിലെ ജനാധിപത്യം. ചിലപ്പോൾ തോന്നും ചാലക്കുടിക്കാർക്ക് വേണ്ടത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തിത്തരണം. 1. 2 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നട്ടലുള്ള ഒരാൾ പാടില്ല, വാഴപ്പിണ്ടി ആയിരിക്കണം നട്ടലിൻ്റെ സ്ഥാനത്ത് ഉണ്ടാവേണ്ടത്. 3. പോത്തിറച്ചിയും കായും കൂട്ടിയുള്ള ഒരു ഒലത്ത് കയറി തിന്നുന്ന ആളായിരിക്കണം. അപ്പോൾ ഇങ്ങനെ 3 ഗുണങ്ങളുമുള്ള ഒരാൾ മതി എന്നുള്ള ചിന്താഗതിക്കാരായിരിക്കും ചാലക്കുടിക്കാർ. വികസനമൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ സിയാറുകളുടെ കളി. സിയാർ ഉണ്ടെങ്കിൽ എന്തും ഞങ്ങൾ നടത്തി തരും. അതാണ് എനിക്ക് തോന്നുന്നു ഈ ജനാധിപത്യ മഹോത്സവത്തിൻ്റെ ആകെ ടോട്ടൽ മൊത്തത്തിൽ കാണുമ്പോൾ എന്ത് ജനാധിപത്യ മര്യാദ, എന്ത് ആശയം, എന്ത് ആദർശം. ആമാശയമേ നമോ വാകം
ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. സസ്പെൻസുകൾ നിറഞ്ഞു നിൽക്കുന്നു. സെയിൻറ് ജോസ് ഏത് നിമിഷവും തീരുമാനമെടുക്കാനായിട്ടുള്ള പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ടീം കൊരട്ടി, ടീം കോടശ്ശേരി, ടീം പറവൂർ, അതിൻ്റെ അപ്പുറത്ത് സുമനസപ്പന വെട്ടാൻ മറ്റൊരു ചാട്ടുളി പ്രയോഗം. എന്താണ് ചാലക്കുടി? ഇതാണ് ചാലക്കുടി.